ബിഗ് ബോസ് റിലേറ്റഡ് ആയിട്ടുള്ള കോണ്ടന്റുകളിൽ നിന്ന് ഒന്ന് മാറിപ്പോകാം, ബാക്ക് ടു പഴയ സീക്രട്ട് ഏജൻറ്റ് ട്രാക്കിലേക്ക് പോകാമെന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഒന്ന് രണ്ട് വീഡിയോസ് വേറെ ടോപ്പിക്കിലൊക്കെ ചെയ്തത്. വിടൂല, എന്നെ നിങ്ങൾ വിടൂലല്ലേ? അനുമോൾ എന്ന് പറഞ്ഞിട്ട് എനിക്ക് അയച്ചു തന്നുകൊണ്ടിരിക്കുകയാണ്. ഞാനിങ്ങനെ എല്ലാ കാര്യങ്ങളും ഒരു ഓഡിറ്റ് വെച്ചിട്ട് പോകുന്നുണ്ടായിരുന്നു ആഫ്റ്റർ ബിഗ് ബോസ് എന്തൊക്കെ നടക്കുന്നു എന്നുള്ളത്. അതിമാരകമായ 2-3 തള്ളുകൾ കണ്ടതുകൊണ്ടാണ് ഈ ഒരു പെർട്ടിക്കുലർ വീഡിയോ ഞാൻ ചെയ്യുന്നത്. ആൻഡ് അത് മാത്രമല്ല, ഈ സീസൺ കഴിഞ്ഞിറങ്ങിയ കുറേ പേർക്ക് എക്സ്ട്രീം ലെവൽ ഓഫ് സൈബർ ബുള്ളിങ് ഒരു പെർട്ടിക്കുലർ കണ്ടസ്റ്റൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് വരുന്നു എന്നറിയുമ്പോൾ, കണ്ടസ്റ്റൻറ്റിൻ്റെ ഫാൻ ആർമി PR ഭാഗത്തുനിന്ന് വരുന്നു എന്നറിയുമ്പോൾ, കഴിഞ്ഞ വർഷം ഇതേ സിമിലർ പാറ്റേണിൽ സംസാരിച്ച, അനുഭവിച്ച, അത് എക്സ്പീരിയൻസ് ഷെയർ ചെയ്തൊരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് എനിക്ക് കുറച്ച് കാര്യങ്ങൾ അവരോടുകൂടി സംസാരിക്കാനുണ്ട്. അതുകൊണ്ടാണ് ഈ വീഡിയോ. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ നമുക്ക് അനുമോളുടെ നാട്ടിൽ നിന്ന് തുടങ്ങാം. ആര്യനാടിൻ്റെ മണ്ണിലേക്ക് സ്വാഗതം. ഞാൻ ആര്യനാടിൻ്റെ മാണിക്കക്കല്ലെന്നൊക്കെ എഴുതുന്ന വിചാരിച്ച്, കുഴപ്പമില്ല. അപ്പോൾ ഒരു ഫ്ലെക്സൊക്കെ കാണാനിടയായി. സ്വീകരണമായിരുന്നു ഇന്നേ, ആര്യനാട് വെച്ചിട്ട് നമ്മുടെ ആര്യനാടിൻ്റെ മുത്ത് അനുമോൾക്കുള്ള സ്വീകരണമാണ്. ഓക്കെ, ആരെ ഈ ജീപ്പ് പോണത്? നാട്ടുകാരെ, നാടിന്റെ അഭിമാനമായ ആര്യനാടിന്റെ കലാകാരിയും ആര്യനാടിന്റെ പേര് ലോക മലയാളികളുടെ മുന്നിൽ ഉയർത്തിപ്പിടിച്ച ആര്യനാടിന്റെ പെൺസിംഹം, വനിതകളുടെ ശക്തി കേന്ദ്രവുമായ അനുമോൾക്ക് ഇന്ന് വൈകുന്നേരം 5 മണിക്ക് ആര്യനാടിന്റെ മണ്ണിൽ വൻപിച്ച പൗരസ്വീകരണം നൽകുന്നു. ഈ പൗരസ്വീകരണത്തിൽ സിനിമാ നടന്മാരായ നോബി, വിതുര തങ്കച്ചൻ, കുട്ടി അഖിൽ, ഡയാന, ആതിര മാധവ്, അമീൻ എന്നിവർ എത്തിച്ചേരുന്നു. അനുമോള് പ്രോത്സാഹിപ്പിച്ച് വോട്ട് ചെയ്ത് വിജയിപ്പിച്ച എല്ലാ നല്ലവരായ നാട്ടുകാരെയും ഈ പൗരസ്വീകരണത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു, ക്ഷണിച്ചുകൊള്ളുന്നു. പൗരസ്വീകരണം എന്നല്ലേ പറഞ്ഞേ? അനുമോളിന് സ്വന്തം നാട് കൊടുക്കുന്ന സ്വീകരണം. ഈ ജീപ്പിലിരിക്കുന്ന ഈ സ്പെസിമനെ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഈ ചേട്ടനെ ചേട്ടനെ കാണിച്ചു, ആ വീട് സൂം ചെയ്ത് കാണിച്ചു, ചേട്ടനെ കാണിച്ചു, വീട് സൂം ചെയ്ത് കാണിച്ചു. ഇത് അയാൾ തന്നെ. ഓർമ്മയില്ല നിങ്ങൾക്ക്? ബ്രെയിൻ യൂസ് ചെയ്ത് നിങ്ങൾക്ക് ഇയാളെ മനസ്സിലായില്ല? ചിലർക്കെങ്കിലും മനസ്സിലായി കാണും. യെസ്, അനുമോളുടെ പഴയ വീട്ടിലിരുന്നിട്ട് മുട്ടിൻ്റെ ചിരട്ട പിടിച്ചൊരു മാമനെ ഓർമ്മ ഉണ്ടോ? പൈസ ഇല്ലാത്തതുകൊണ്ടാണ് ഈ കുറഞ്ഞുള്ള പൈസ ഉണ്ടായിരുന്നത് ബിഗ് ബോസ് പോയിട്ട് ആവശ്യമുണ്ട്. ഓപ്പറേഷൻ ചെയ്യാനുള്ള പൈസ ഇല്ല. അപ്പൊ അതുകൊണ്ടാണ് ബിഗ് ബോസിൽ പോയി വല്ലതും കിട്ടിയല്ല ഓപ്പറേഷൻ കൂടെ ചെയ്യാന്നുള്ളൊരു, പിന്നെ കുറെ കടങ്ങളുണ്ട്. അതൊക്കെ ഒന്ന് അവർക്ക് കടമുണ്ട്. ഈ ഞാനൊരു ഒരു സ്റ്റാർ എന്ന് കരുതി അവർക്ക് കടമില്ലാതിരിക്കുമോ? കടമുണ്ട്. അപ്പൊ കടമെല്ലാം തീർക്കണം. പാവം മാമൻ. അന്ന് ഓർമ്മയില്ലയോ, ഓപ്പറേഷൻ ചെയ്യാൻ പോലും കാശില്ല മുട്ടിനെന്ന് പറഞ്ഞ മാമൻ. 2 കാറും 2 വീടൊക്കെ ഉള്ള അനുമോള്. മാമൻ കാശ് കൊടുത്തില്ലേ? ബിഗ് ബോസ് കഴിഞ്ഞ് കിട്ടുന്ന കാശിനെങ്കിലും ആ മാമൻ്റെ പാവം ചിരട്ട മാറ്റി വയ്ക്കാൻ കൊടുക്കണം. പാവം നന്നായിട്ട് അധ്വാനിക്കുന്നുണ്ട്. പൗരസ്വീകരണം എന്നൊക്കെ പറഞ്ഞിട്ട് ആ മാമനാണ് അവിടെ ഇരുന്ന് വിളിച്ചു പറഞ്ഞു. അപ്പോൾ ചോദിക്കുമ്പോൾ ഒരു മാമൻ പൗരനല്ലേ എന്നുള്ളത്. മാമൻ പൗരനാണ്, എന്നാലും ജനകീയ കൂട്ടായ്മ പൗരസ്വീകരണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തം വീട്ടിനകത്തുനിന്ന് മാമൻ പോയിട്ട് ജീപ്പിനകത്തിരുന്ന് വിളിച്ചു പറയൂ എന്നുള്ളത് എനിക്ക് അറിയാൻ പാടില്ല. ഞാൻ കണ്ട ബിഗ് ബോസ് കഴിഞ്ഞുള്ള ഓരോ കണ്ടസ്റ്റൻ്റിനുള്ള സ്വീകരണം ഇങ്ങനെ ആയിരുന്നില്ല. എനിക്കെന്തായാലും സ്വീകരണം കിട്ടിയിട്ടൊന്നുമില്ല. എൻ്റെ നാട്ടുകാർ എനിക്ക് സ്വീകരണത്തിന് പകരം ആട്ടുതുപ്പമാണ് തന്നത്. കുഴപ്പമില്ല. ഇത് മറ്റേ സ്വീകരണം എന്നൊക്കെ പറഞ്ഞിട്ട് സംഗതി എന്തായാലും കോമഡി ആയിട്ടുണ്ട്. സ്വന്തം മാവേൻ്റെ ജീപ്പിനകത്ത് കയറി ഇരുന്നിട്ട് തള്ള്. എന്താ സ്ത്രീ ശക്തികളുടെ കേന്ദ്രം. എന്താ പൊന്നളിയ. അതിനിടയിൽ മകളെ ആദരിക്കുന്ന ചടങ്ങിൽ വിളക്കുമായി എത്തിയ അനുമോളുടെ അച്ഛൻ. ഇത് മറ്റേ സെറ്റപ്പാ. ഞാൻ, അപ്പം തമ്പുരാൻ, സുഭദ്ര, ഞങ്ങൾ കമ്മിറ്റി, ഞങ്ങൾ തീരുമാനിക്കുക ആഭരണപ്പെട്ടി എവിടെ എത്തണം എന്നുള്ളത്. ഓഹോ, മാമൻ മൈക്കിൽ വിളിച്ചു പറയുന്നു, അച്ഛൻ വിളക്ക് കൊണ്ടുവരുന്നു. പന്തലിട്ടത് വേറൊരു മാമൻ, അവിടെ കൂടിയത് ഫുള്ള് നാട്ടുകാരില്ലാതെ നാട്ടുകാർ കാണില്ല. യാതൊരു തോന്നുന്നു. ഫ്രണ്ട്സ് വേദിയിൽ വന്നു, കുറച്ച് കൂട്ടക്കാരും കുടുംബക്കാരും കൂടി. അപ്പോൾ ആര്യനാട്ടിലെ നാട്ടുകാരെവിടെ പോയോ ആവോ? ഞാൻ നോക്കുമ്പോൾ ഫുള്ള് മീഡിയക്കാരെ കണ്ടേ. മീഡിയക്കാരുടെ ഒരു അതിപ്രസരം അവിടെ ഉണ്ടായിരുന്നു. പിന്നെ അധികം ആര്യനാട്ടിലുള്ള നാട്ടുകാർ ഞാനങ്ങനെ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടതൊന്നും ഇല്ല. ഇത് ഈ അക്ബർ വന്ന സമയത്തും അനീഷ് വന്ന സമയത്തും ഉള്ള ഒരു തരം തള്ളിച്ചുണ്ടായിരുന്നു ആളുകൾ. അപ്പം അനീഷിൻ്റെ പ്രോഗ്രാം നമ്മൾ കണ്ടു, അക്ബറിനെ കണ്ടു. അതൊക്കെ അതിഭീകരമായിട്ടുള്ള ആൾക്കൂട്ടം അതിനകത്ത്. അതായത് കമ്പാരിങ് ടു അഖിൽമാരാർ അങ്ങനത്തെ ഒരു ഐറ്റം ഒന്നും ഇല്ല, അല്ലെങ്കിൽ റോബിൻ അല്ലെങ്കിൽ രജിത് കുമാർ അങ്ങനത്തെ ഒരു വൈബ് സാധനമൊന്നുമല്ല.
ബട്ട് ഈ സീസണിൽ ഇറങ്ങിയവരത് കമ്പയർ ചെയ്യുമ്പോൾ അക്ബറിനും അനീഷിനൊക്കെ തന്നെയാണ് ആളുണ്ടായിരുന്നത്. അനീഷിനെ വേറെ കോമഡി ആയിരുന്നു. അയ്യോടാ പാവയും മനുഷ്യനെ കൊണ്ട് നിങ്ങൾ വേറൊരു റോബിൻ അൾട്രാ പ്രോമാക്സ് ആക്കിക്കരുത് പ്ലീസ്. അത്രയേ ഉള്ളൂ. റോബിൻ ഏറ്റവും വലിയ സീൻ ഇതായിരുന്നു. ആറ് തലറി ഒച്ചയിട്ടിട്ട് നാട്ടുകാരുടെ ഇടയിൽ നാട്ടുകാരെ കാണുമ്പോഴുള്ള ഈ പരിപാടികൾ മാത്രമാണ് അയാളെ ഇങ്ങനെ ഈ ഹൈറ്റ് വരെ ചാടിച്ചത് താഴത്തേക്ക്. ഇയാളെ കൊണ്ട് അത് ജയിക്കാതിരിക്കുക. ഇയാൾക്ക് തന്നെ അറിയാം, ഇയാൾക്ക് ചളുപ്പുണ്ട്. എന്നാലും ഇതൊക്കെ കൂട്ടത്തിൽ വൈബായിട്ട് ചെയ്യാന്നുള്ളതായിരിക്കണം ചിലപ്പോൾ ഈ മനുഷ്യൻ ചെയ്തത്. പുറത്തിറങ്ങിയ സമയത്ത് ഹിറ്റായിട്ടുള്ള 2-3 ഡയലോഗ് അങ്ങേർക്കും മനസ്സിലായി കാണുമല്ലോ. ചുമ്മാ നാട്ടുകാർ ഇതാക്കാൻ വേണ്ടിയെങ്കിലും പറഞ്ഞായിരിക്കാം. അല്ലെങ്കിൽ കൊള്ളാൻ വഴിക്ക് പോയി. എന്താണെങ്കിലും ആര്യനാടിൻ്റെ പൊന്നോമന പുത്രി തിരക്കിലാണ് എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയുള്ള തത്രപ്പാട് സൈഡിൽ നടക്കുമ്പോൾ അടാറോക്ക് ഒരു രക്ഷയില്ലാത്ത അടി, പാറി പറന്ന അടിയാണ് ആര്യൻ്റെ വകന്ന് ആര്യനും അക്ബറും ലൈവ് ഇട്ടപ്പോൾ കണ്ടത്. ആര്യം ബ്രോ ബിഗ് ഫാൻ. എനിക്ക് ബ്രോയുടെ കാണാൻ ബിഗ് ആഗ്രഹമാണ് ബ്രോ. ഓ കറിയണ ജാതി തന്റെ ഫേക്ക് അക്കൗണ്ട് അല്ലടാ, സത്യം പറ. എടാ നിന്നെ എന്നെയും ബ്ലോക്ക് ചെയ്യും കേട്ടാ ഇൻസ്റ്റാഗ്രാമിൽ നിന്ന്. ഇപ്പൊ ശശി തരൂരും മറ്റേ വലിയ മിനിസ്റ്റേഴ്സെക്കാട്ടെ വലുതാണ് ഇപ്പൊ അനുമോള്. ഞാൻ വിളിക്കാൻ നോക്കി അനുമോള് ഫോൺ ആട് 3 ഇപ്പോഴും ജോയിൻ ചെയ്തു. ഇൻട്രസ്റ്റ് കണ്ടാ അവിടെ വേറെ വൈബാണ്. എന്താണെങ്കിലും അതങ്ങനെ ഒരു സൈഡിൽ പോകുന്നുണ്ട്. ഇതിനിടയിൽ ഇനിയിപ്പോൾ നമ്മൾ കാണാനും കേൾക്കാനും പോകുന്നത് പലരും തമ്മിൽ മിണ്ടുന്നില്ല, സംസാരിക്കുന്നില്ല. ഒക്കെ ഓരോ സീസണിൽ വരുന്നതോ സെയിം പാറ്റേൺ തന്നെ ഇപ്പോൾ നമ്മളെ സീസണിലും മുന്നത്തെ സീസണിലൊക്കെ നടന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ അങ്ങനെ ആയിരിക്കും. പേഴ്സണൽ ഡിഫറൻസുകൾ പറഞ്ഞ് ചിലർ തമ്മിൽ കൂടും, വിഷയങ്ങൾ പറഞ്ഞ് സോൾവ് ചെയ്യും, അതൊക്കെ ഉണ്ടാവും. ഈ കണ്ടസ്റ്റൻസ് തമ്മിലുള്ള സീനുകളൊന്നും നിങ്ങൾ അങ്ങനെ അങ്ങോട്ട് ഭയങ്കര കാര്യമായിട്ട് എടുക്കാൻ നിൽക്കണ്ട. കാരണം അതൊക്കെ അതിൻ്റെ വഴിക്ക് അങ്ങനെ മാറിപ്പോകുന്ന കാര്യങ്ങളാണ്. ഒരു സീസൺ കഴിഞ്ഞ് ഒരു 6 മാസം എപ്പോഴും ലൈവിൽ നിൽക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് സാധനങ്ങൾ എന്താണെങ്കിലും അതിനകത്തുള്ളത്, പുറത്ത് തമ്മിലുള്ള വിഷയങ്ങൾ പിന്നെ അത് തീരുമില്ല എന്ന് നമുക്കറിയാൻ പാടില്ല. ഇപ്പോൾ സൈബർ ബുള്ളിങ് പോലത്തെ സാധനങ്ങൾ അല്ലെങ്കിൽ അങ്ങനത്തെ പരിപാടികളൊക്കെ. ഇപ്പോൾ ഞാൻ ഇന്ന് ലൈവിൽ വിനുവിനായിട്ട് ഇൻസ്റ്റാഗ്രാമിൽ സംസാരിച്ചപ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ കണ്ടസ്റ്റൻസിനെതിരെ പോകുന്ന ഈ സൈബർ ബുള്ളിങ് അത് അവർ തന്നെ പറഞ്ഞ് നിർത്തിക്കണം. മനസ്സിലായി? ഷോ കഴിഞ്ഞു അപ്പോൾ എല്ലാം കൂടി ബൂട്ടിക്കെട്ടി പോയി എന്ന് പറയരുത്. അത് അനുമോളാണെങ്കിലും വിനു ആണെന്നുണ്ടെങ്കിലും അതിൻ്റെ അക്കൗണ്ടബിലിറ്റി ഏറ്റെടുത്ത് അനുവിനെ ഇഷ്ടപ്പെടുന്നവരൊക്കെ ആണല്ലോ ബാക്കിയുള്ളവരുടെ കമൻറ്റ് ബോക്സിൽ പോയി ചീത്ത വിളിക്കുന്നത്. അപ്പോൾ അനു പറഞ്ഞാൽ ഒരു കേൾക്കും വേണം. അനുവിന് വേണ്ടി വോട്ട് ചെയ്തിട്ടുണ്ട്, അനുവിനെ ഇഷ്ടപ്പെടാൻ വേണ്ടി ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്, അല്ലെങ്കിൽ അനുവിന് വേണ്ടി എന്നെ അണ്ണിക്ക് എന്നെ ഉയിരണ്ണിക്ക് എന്ന് പറഞ്ഞിട്ട് അവർ പാണ്ടിപ്പട മാതിരി നിന്നിട്ടുണ്ടെങ്കിൽ അനുമോള് വന്ന് പറയുകയാണ്, നാളെ മുതൽ എൻ്റെ പേരിൽ നിങ്ങൾ ഒരാളെയും കയറി ഹിറ്റ് ചെയ്യരുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിർത്തും വേണം. മനസ്സിലായില്ലേ? അപ്പം അതിൻ്റെ ഒരു സ്റ്റെപ്പ് ആരെടുക്കണം? അനുമോൾ എടുക്കണം, അല്ലെങ്കിൽ വിനൊക്കെ എടുക്കണം. അതിനിടയിൽ വില്ല കച്ചവടം കണ്ടു കുറച്ച് ഞാൻ. അനീഷിന് വില്ല കൊടുക്കാം, പിന്നെ അനുമോക്ക് വില്ല കൊടുക്കാം. കുറച്ച് കാലമായിട്ട് ഇവർ ബിഗ് ബോസിനകത്തായതുകൊണ്ടായിരിക്കണം ഇവർക്ക് ഈ ഒരു സർക്കാസ്റ്റിക് സാധനം അത്രത്തോളം അങ്ങോട്ട് കത്തിയിട്ടില്ല. മനസ്സിലായോ? ഇത് വില്ല കച്ചവടക്കാർ ദുബായിൽ കുറച്ച് കാലമായിട്ട് ഈ പരിപാടി തുടങ്ങിയിട്ടുണ്ട്. നാട്ടിൽ ആര് വൈറലായാലും അവർക്ക് വില്ലെടുത്ത് കൊടുക്കും. പോത്ത് ഷാജഹാനും നിഷാനും വരെ വില്ല കൊടുക്കാൻ നടന്ന ടീംസാണ് ഇവരൊക്കെ. അതുകൊണ്ട് അനീഷ് പാവം വീഡിയോയിൽ വന്നിട്ട് എനിക്കിതിനായിട്ടൊരു ബന്ധവും ഇല്ല, ഞാനിതൊന്നും അറിഞ്ഞിട്ടില്ല എന്നാ പാവരുന്ന് പറയുന്നത് ഞാൻ കണ്ടടേ. എല്ലാവർക്കും നമസ്കാരം. ഞാൻ അനീഷ്. സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തിന്റെ സത്യാവസ്ഥ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഒരുപാട് പേര് നേരിട്ടും ഓൺലൈനായിട്ടൊക്കെ എന്നോട് ചോദിക്കുന്നുണ്ട്, ദുബായിൽ ഒരു ആഡംബര ഫ്ളാറ്റും അതുപോലെ തന്നെ ഗോൾഡൻ വിസയും ഒക്കെ കിട്ടിയില്ലേ എന്ന് ചോദിക്കുന്നു. അതിന് സത്യാവസ്ഥ എന്താണെന്ന് വെച്ചാൽ യാതൊരു തരത്തിലും സത്യമായിട്ടുള്ള ഒരു വസ്തുതാപരമായിട്ടുള്ള ഒരു കാര്യം അല്ല ഈ പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന വാർത്ത. ദുബായിൽ എനിക്കൊരു ആഡംബര ഫ്ളാറ്റോ അതുപോലെ തന്നെ ഗോൾഡൻ വിസയോ ഒന്നും കിട്ടിയിട്ടില്ല. അതൊരു ഫേക്ക് ന്യൂസ് ആണ്. അപ്പോൾ ആ കാര്യം നിങ്ങളുമായിട്ട് പങ്കുവെക്കണം എന്നുണ്ട്. ചെങ്ങായിടോ, ഇതിവിടെ കുറച്ച് കാലമായി നടക്കാൻ തുടങ്ങിയിട്ട്. മനസ്സിലായോ?
പിന്നെ അതൊന്നും മൈൻഡ് ചെയ്യണ്ട. ബിഗ് ബോസ് ഹൗസിനകത്താകുമ്പോൾ ഒരു 3 മാസം നമുക്ക് റൈസാണ് ലൈഫ് തന്നെ. അപ്പോൾ അതുകൊണ്ട് അങ്ങോട്ട് കാണാതെയും അറിയാതെയും പോയ ഒരു ഐറ്റം ആയിരിക്കും. കാരണം ഇതൊരു കൺസേൺ ആണ് ആക്ച്വലി. ഇങ്ങനെ ചെയ്യുന്നവരോടാണ് പറയുന്നത്. നിങ്ങൾ വീഡിയോയിൽ പറയുന്നത് ചിലപ്പോൾ ഇവിടെ വന്നാൽ എടുത്തു തരാൻ വില്ല, അതിൻ്റെ കൂട്ടത്തിലൊരു ഗോൾഡൻ വിസ എടുത്ത് തരാം എന്നായിരിക്കും. ബട്ട് ചില ആളുകളൊക്കെ ഇത് കണ്ട് വിശ്വസിച്ചിട്ട് നാളെ അവർക്ക് വർക്ക് കൊടുക്കാത്തൊരവസ്ഥയോ അല്ലെങ്കിൽ ബിഗ് ബോസിന് ഇറങ്ങിയ സമയത്ത് തന്നെ അവന് വില്ല കിട്ടിയില്ലോ, അവന് ഗോൾഡൻ വിസ കിട്ടിയില്ലോ, ഇനിയിപ്പോൾ എന്തിനാ നമ്മൾ പോയിട്ട് അവന് പ്രത്യേകിച്ച് വർക്ക് ഇടാം, അവന് ലൈഫ് സെറ്റിൽ ആയില്ലേ എന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്യുന്നവരുണ്ടാവുള്ളൂ. അതുകൊണ്ട് അത് ചെയ്യാതിരിക്കുക. ഓക്കെ, അത് അവർക്ക് ഭയങ്കര ഒരു ബാഡ് സാധനമാണ്. ഓക്കെ, അടുത്തത് നമുക്ക് അനുമോൾ തള്ളുകളിലേക്ക് പോകാം. അനുമോൾ ഈ ഫുഡിൻ്റെ കാര്യം 1-2 ചാനൽ ചോദിച്ച സമയത്ത് നമ്മുടെ MG ശ്രീകുമാറിൻ്റെ പ്രോഗ്രാം ബേസ് ചെയ്തിട്ടാണ് അവർ ആ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ആ ടൈമിൽ കൊടുത്തു റിപ്ലൈസ് നമുക്ക് നോക്കാം. MG ശ്രീകുമാറിന്റെ ഒരു സംഭവം അത് ഭയങ്കരമായിട്ട് വൈറലായിരുന്നു. അതിനകത്ത് അത് എന്താണ്, അത് എങ്ങനെ ഒരു സംഭവം നടന്നതാണോ? ഞാൻ കണ്ടോ വീഡിയോ. പുള്ളിക്കാരൻ കുക്കി അറിയാമെന്ന് വെച്ചപ്പോ മോശമല്ലേ നമ്മൾ ഒരാളുടെ മുന്നിൽ പോയി കുക്കി അറിയില്ല എന്ന് പറഞ്ഞാൽ. പിന്നെ ചേച്ചിയുടെ ഹസ്ബൻഡ് നന്നായിട്ട് പൊറോട്ട ഉണ്ടാക്കി. അപ്പൊ കൂടെ നിന്നിട്ട് ഞാൻ ഇങ്ങനെ ഹെൽപ്പ് ചെയ്യും. അയല. അപ്പം പുള്ളി അങ്ങനെ ഞാൻ ചേട്ടനെ സഹായിച്ചിട്ടുണ്ടായിരുന്നു പൊറോട്ട ഉണ്ടാക്കാൻ. വലിയ കാര്യത്തിന് എനിക്ക് പൊറോട്ട ഉണ്ടാക്കാൻ അറിയാം, ഇതുണ്ടാക്കാൻ അറിയാം, ഞാൻ തള്ളിയതാ. അത് വലിയ പണിയായിട്ട് ഒരു എനിക്കറിയില്ല. പണിയൊന്നുമില്ല, കുഴപ്പമില്ല, എനിക്കൊന്നും വലിയ കാര്യമില്ല. പുറത്ത് എല്ലാവരും കൂടി അത് വൈറ്റ് വാഷ് ചെയ്തു. ഫെൻസ് അന്തങ്ങൾ ഇപ്പോഴും അത് ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നു അനുമോളുടെ കുക്കിംഗ് എന്ന് പറഞ്ഞിട്ട്. നുണയാണ് പറഞ്ഞെന്നുള്ളത് സമ്മതിക്കാൻ നോനെ. അപ്പോൾ ഉളുപ്പിൻ്റെ കാര്യം ഞാൻ പറയുന്നില്ല, കൂട്ട് ഇതന്നെ വേറെ ചാനലിലും തള്ളിയിരുന്നു. കുക്കിംഗ് അറിയില്ല എന്നൊക്കെ പറഞ്ഞു. അതെന്താന്നറിയുമോ, കുക്കിംഗ് അറിയില്ല എനിക്ക് ശരിക്കും. ആ എന്താ MG സാറിന്റെ ഇന്റർവ്യൂല് ഞാൻ തള്ളിയതാ ശരിക്കും. മോശമല്ലേ നമുക്ക് കുക്കിംഗ് അറിയില്ല തള്ളിയതാ. ചേട്ടൻ നല്ലത് പൊറോട്ട അടിക്കും. പുള്ളിക്കാരന്റെ കൂടെ നിന്ന് ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണ് എനിക്ക് അന്ന് എത്ര പ്രായം, എനിക്ക് അന്ന് വളരെ എത്ര വർഷങ്ങൾക്ക് മുമ്പുള്ള ഇന്റർവ്യൂ. ബുദ്ധി ഉറക്കാത്തന്നല്ല, അന്ന് പ്രായം കുറവാ. അപ്പൊ നമുക്ക് മെച്ചൂർഡ് അല്ലല്ലോ ആ സമയത്ത്. ആ ടൈമില് തള്ളിയതാ. ഇപ്പം എന്തായാലും ബുദ്ധി ഉറച്ചല്ലോ. ബിഗ് ബോസ് പോയപ്പോൾ ഈ ബുദ്ധി ഉറച്ചിട്ടല്ലേ പോയെ. അവിടെ ചെന്നും തള്ളേണ്ടിയിരുന്നു. അവിടെ ചെന്നിട്ട് ആൾ തള്ളിയതാണ് ശരിക്കും തള്ളിയത്, കുക്കിംഗ് അറിയാൻ പാടില്ല എന്നുള്ളത്. ബാക്കിയുള്ളടത്ത് പറഞ്ഞതൊന്നും തള്ളായിട്ട് എനിക്ക് തോന്നിയില്ല. ബാക്കി ഈ പറഞ്ഞ MG ശ്രീകുമാറിൻ്റെ പ്രോഗ്രാമിൽ ഒരു ഹൈപ്പ് കിട്ടാൻ വേണ്ടി തള്ളിയതാന്ന് പറയാം. ഈ സൈഡിൽ കാണുന്ന കുക്കിംഗ് ഷോ ഒക്കെ പങ്കെടുത്തതോ, ഇനിയിപ്പോൾ കുക്കിംഗ് ഷോയിൽ പങ്കെടുത്തത് കൊണ്ട് ഒരാൾക്ക് ഭക്ഷണം വയ്ക്കാൻ അറിയുമോ എന്നുള്ളൊരു ചോദ്യം ചിലപ്പോൾ നിങ്ങൾ എന്നോട് ചോദിക്കാം. ഷോയുടെ ഭാഗമായിട്ടല്ലേ, സ്ക്രിപ്റ്റ് അല്ലേ എന്നൊക്കെ ചോദിക്കാം. അപ്പോൾ ഈ കാർത്തിക് സൂര്യയുടെ പോഡ്കാസ്റ്റിൽ നിന്നിട്ട് പറഞ്ഞതോ അതും തള്ളായിരുന്നോ? പഴയ സിനിമ ഇഷ്ടം. ഈ വീട്ടിൽ വെറുതെ ഇരിക്കുമ്പോൾ വേറെ ഹോബി എന്തെങ്കിലും ഉണ്ടോ? ഇതൊക്കെ തന്നെ. വീട്ടിലധികം ഞാൻ ഇരിക്കാറില്ല. ഇല്ല, സിനിമ കാണാറില്ല. ഇല്ല, അങ്ങനെയല്ലേ, ഫുഡ് കഴിച്ചോണ്ടിരിക്കുമ്പോഴോ അങ്ങനെയൊക്കെ ആകുമ്പോ വീട്ടിലധികം ഞാൻ ഇല്ല, അധികം സമയം വീട്ടിൽ കാണാറില്ല. പണ്ടൊക്കെ എന്തായിരുന്നു ഹോബി ആയിട്ട് ചെയ്യുന്നത്? വെറുതെ കിടന്ന് ഡാൻസ് ചെയ്യായിരുന്നു. പിന്നെ ഒരു ആർട്ട് വർക്ക് ഉണ്ടല്ലോ, കുപ്പിയിലൊക്കെ കളർ നന്നായിട്ട് ചെയ്യൂല, വെറുതെ ആരെങ്കിലൊക്കെ ചെയ്യണ കണ്ടിട്ട് അങ്ങനെ ചെയ്യുന്നതാ. പിന്നെ കുക്ക് ചെയ്യും, അതാണ് എന്റെ ഹോബി കേട്ടോ. കുക്ക് ചെയ്യും, നന്നായിട്ട് കുക്ക് ചെയ്യും. അങ്ങനെ പറയാൻ പറ്റൂല, കുക്ക് ചെയ്യും. ഞാനൊരു വീഡിയോ ഉണ്ടായിരുന്നടാ, ബിഹൈൻഡ് വുഡ്സിൽ വന്നിട്ട് നീ അതാണോ കുക്കിംഗ് എന്ന് ഉദ്ദേശിച്ചത്? പുട്ടാണോ? അത് എനിക്കറിയില്ലട്ടാ, പുട്ടുകുറ്റിയുടെ പ്രശ്നം. ഞങ്ങളെ ഒരു ഭൂലോക പരാജയം കുക്കിംഗ് ഇവളും കൂടെ നിന്നിട്ട് ചില്ലിട്ടു. പുള്ളിക്കാരി ചില്ലിട്ടില്ലായിരുന്നു ആദ്യം. ഞാൻ വിചാരിച്ചു പുള്ളി ആദ്യം ഇട്ടിട്ടില്ലായിരുന്നു. പക്ഷെ നമ്മള് തമാശക്ക് ചെയ്തതാണ് അതൊക്കെ. അല്ല, സീരിയസ് ആയിട്ട് തമാശക്ക് ചെയ്തതാ. ഞാൻ പോയായിരുന്നു, ടെലികാസ്റ്റ് ആയില്ല. അവരത് കളഞ്ഞായിരിക്കും. അല്ലല്ല, എന്റെ അടുത്ത് ഞാൻ അവിടെ ചെന്നപ്പോ ഞാൻ കുക്ക് ചെയ്യുന്ന ആളെ അല്ല, എനിക്ക് ചിക്കനാണ് എടുത്തു വെച്ചത്. സൂപ്പറായിട്ട് വെച്ചടാ, അത് കിട്ടില്ല ടേസ്റ്റ് ആയിരുന്നു. ഞാൻ മൊത്തം തിന്ന് തീർത്തു. അല്ല, ചിക്കനും അവിടെ ഇരുന്ന മസാല എനിക്ക് കൈ കിട്ടി എല്ലാം കൂടെ വാരി പറക്കി കിട്ടിയാ. എന്നിട്ട് വേവിച്ചു മാങ്ങ എറിഞ്ഞതുപോലെ ആണ്. സത്യം എനിക്ക് കുക്ക് ചെയ്യാനും, എനിക്ക് കുക്കിംഗ് ABC ആണ്. പക്ഷെ കിട്ടില്ല ടേസ്റ്റ് ആയിരുന്നു. അവിടെ എല്ലാരും പറഞ്ഞു, അവിടെ കഴിച്ച് തീർത്തടാ എല്ലാരും കൂടെ. ആ, അംഗീകരിക്കാൻ വയ്യ. വീഡിയോ കണ്ടു നോക്കണം, അപ്പൊ നിനക്ക് മനസ്സിലാവും. വീഡിയോ വരട്ടെ, വീഡിയോ പുട്ട് മാവ് അവിടുത്തെ മാവ് തന്നെയായിരുന്നു. പക്ഷെ ഞാൻ വിചാരിച്ചു പുള്ളിക്കാരി അങ്ങനെ കുക്ക് ചെയ്യുന്ന ആളല്ലെന്നാണ് പുള്ളിക്കാരി പറഞ്ഞത്. ഞാൻ പക്ഷെ കുക്ക് ചെയ്യുന്ന ആളാണ്, പക്ഷെ ഞാൻ പുട്ട് അങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ടില്ല കേട്ടോ. ഞാൻ എന്റെ വീട്ടിൽ ഞാൻ പുട്ടുണ്ടാക്കി നോക്കിയിട്ടില്ല. ഞാന് ഈ ഓട്സ് വെച്ചിട്ട് പുട്ട് അതൊക്കെ
ആ മാഗി എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാം. ഞാൻ ഉണ്ടാക്കുന്ന ഫുഡ് എന്ന് പറയുമ്പോൾ ഈ ചൈനീസ് വിഭവങ്ങളാണ്. ചില്ലി ചിക്കൻ, ചില്ലി ചിക്കൻ ഒക്കെ ആണോ? അതൊക്കെ ചൈനീസാ. അൽഫാം അതും അറേബ്യൻ ഫുഡാണ്. അറേബ്യൻ ഫുഡൊക്കെ ഉണ്ടാക്കാറുണ്ട്. ഗ്രിൽഡ് ചിക്കൻ സൂപ്പറായിട്ട് ഉണ്ടാക്കും. ഞാൻ എന്നെ പൊക്കുന്നതല്ല, ഞങ്ങൾ പുറത്തുനിന്ന് മേടിച്ച് കഴിക്കില്ലേ, അതിനേക്കാൾ നല്ല ടേസ്റ്റ് ആയിട്ട് ഉണ്ടാക്കും. പയ്യെന്തോ നോക്കണം, അടിക്കാൻ തടിയാണെന്നോ ഫുള്ള് നോക്കണം. ഫുഡ് ഉണ്ടായി ഭയങ്കര ഇഷ്ടമാണ് കുക്ക് ചെയ്യാനായിട്ടൊക്കെ. എങ്ങനെ ചെയ്യുന്നു? എന്താ നിങ്ങളുടെ ഹോബി? എൻ്റെ ഹോബി കുക്കിങ്. നന്നായിട്ട് ഞാൻ കുക്ക് ചെയ്യും. അൽഫാം അടക്കമുള്ള സാധനങ്ങൾ ഞാൻ വളരെ നന്നായിട്ട് കുക്ക് ചെയ്യും എന്നാണ് ഇപ്പോൾ അനുമോൾ പറഞ്ഞിട്ടുള്ളത്. ഇത് തള്ള ഏതാ റിയാലിറ്റി ഏതാന്നൊക്കെ മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ കുറച്ചധികം സമയം പിടിക്കും മക്കളെ. ഇതൊരു പ്രത്യേകതരം ആളാണ് ഈ അനുമോൾ എന്ന് പറയുന്നത്. എന്താണെങ്കിലും അതങ്ങനെ ഒരു സൈഡിൽ അവിടെ നിൽക്കട്ടെ. ഫുഡിൻ്റെ കാര്യമൊക്കെ ഓൾറെഡി ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ പല രീതിയിലായിട്ട് പൊളിഞ്ഞു വീണ ഐറ്റമാണ്. ഇതിനിടയിൽ അനുമോളെ ചേച്ചിയോ കസിനോ ചേച്ചിയോ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനകത്തുണ്ടായിരുന്ന ഒരു കണ്ടസ്റ്റന്റ് എന്റെ അടുത്ത് പറഞ്ഞതാണ്, ഹോട്ടലിൽ വന്നതിന് ശേഷം അവിടെ നീ ജയിക്കാതിരിക്കാൻ ഉരുളി കാത്തിയവര് വരെ ഉണ്ടായിരുന്നു. കുട്ടിയുള്ള ഉരുളി കമത്തുന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അതിന് ജയിക്കാതിരിക്കാൻ ഒരുപാട് നേർച്ചുണ്ടോ? അത് അനുമോളുടെ ചേച്ചിയല്ല, വേറെ ഫ്രണ്ടാവുന്നു. എന്താണെങ്കിലും ഉരുളി കബത്തി കഥയൊക്കെ പറഞ്ഞ് ബാക്കി കണ്ടസ്റ്റൻസിനെ ഏറെ കയറ്റുന്ന വഴിക്ക് നിങ്ങൾ ആലോചിക്കണം. ആ പെരിങ്ങോട്ടുകാരെ ചാത്തൻ്റെ സ്ഥലത്തെങ്ങാണ്ട് പോയിട്ട് അനുമോൾ നിൽക്കുന്നതിൻ്റെ വീഡിയോ ഒക്കെ എടുത്തിട്ട് അവന്മാർ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ബിഗ് ബോസ് വിന്നർ അനുമോൾ റിസീവിങ് ഡിവൈൻ ബ്ലെസ്സിങ്സ് ഫ്രം ഉണ്ണിസ്വാമി അറ്റ് പെരിങ്ങോട്ടുകര ദേവസ്ഥാനം വിഷ്ണുബായ ടെമ്പിൾ എന്നൊക്കെ പറഞ്ഞൊരു സാധനമൊക്കെ ഇട്ടിട്ടുണ്ട്. പറഞ്ഞ് ലാസ്റ്റ് ചാത്തനും മാടനും വെറുതെയൊക്കെ ആക്കുന്ന നാട്ടുകാർ. ഞാനിതിൽ വിശ്വസിക്കുന്നൊന്നുമില്ല. ഞാൻ ഓൾറെഡി ഇങ്ങനത്തെ സ്കീം അനുമോളെ കുറിച്ച് വന്നപ്പോൾ തന്നെ വീഡിയോ ചെയ്തിട്ടുണ്ട്. നമുക്കതിൽ വിശ്വാസമൊന്നുമില്ല. പക്ഷേ വിശ്വാസമുള്ളവരെങ്ങാണ്ട് വല്ല കഥയും പറഞ്ഞു പാടി പറത്തിയാലോ. പണന്മാർക്ക് പലതും പറയാലോ. കമൻറ്റ് ബോക്സിലെ പണന്മാർക്ക് എന്ത് വേണമെങ്കിൽ പറഞ്ഞു പരത്താം. പ്ലച്ചിയെക്കുറിച്ച് പറഞ്ഞിട്ടില്ലേ? അങ്ങനെ പലതും നിങ്ങൾക്ക് പറഞ്ഞു പരത്താം. അപ്പോൾ നിങ്ങൾ ബാക്കിയുള്ളവർ ഉരുളി കമത്തുന്ന കഥ പറയുമ്പോൾ നിങ്ങളുടെ അനുമോൾ അവിടെ പോയി നിന്ന കഥകളും നാട്ടുകാർ പല രീതിക്ക് പറയും. ഓക്കെ, അടുത്ത് കാണാം. ഞാൻ ചോദിക്കട്ടെ, ഞാനിപ്പോൾ 15 ലക്ഷം രൂപ കൊടുത്തു എന്ന് പറയുന്നു. ശരി, കൊടുത്തു എന്ന് വിചാരിച്ചു. അതിൽ ഇപ്പോൾ 20 ലക്ഷം രൂപ കൊടുത്ത ആൾക്കാരുണ്ട്, അതായത് ഞാൻ പറയില്ല. പക്ഷേ എന്തുകൊണ്ട് അവർക്ക് വോട്ട് കിട്ടിയില്ല? വോട്ടിന്റെ ഇത് നമ്മുടെ കയ്യിലുണ്ട്, എത്ര വീക്കുള്ള, എന്തുകൊണ്ട് അവർക്ക് കിട്ടിയില്ല? അത് ശരി, ബാക്കിയുള്ളവർക്ക് എന്തുകൊണ്ട് വോട്ട് കിട്ടിയില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ 20 ലക്ഷം കൊടുത്താലും പൈസ മേടിച്ച PR-ന് വോട്ട് മറിക്കാൻ അറിയില്ല എന്നുണ്ടെങ്കിൽ പണി പാടില്ലേ? ഏത് അങ്ങനെയാവാമല്ലോ. പറ്റിപ്പ് കുറേ നടക്കുന്നുണ്ടല്ലോ ഈ നാട്ടിൽ. കൂടുതലേതെങ്കിലും പറ്റിപ്പരിക്കും. പക്ഷേ ബൈ ദ വേ 20 lakhs കൊടുത്ത ആ ഒരു പെർട്ടിക്കുലർ കണ്ടസ്റ്റൻ്റ് ആരാ? ചുമ്മാ എറിഞ്ഞിട്ട് പോയതാണോ? ചോദ്യം, ആരാണ് ആ 20 ലക്ഷം കൊടുത്ത PR? കൊടുത്ത കണ്ടസ്റ്റൻറ്റ് ഏത് PR-നാണ് അത് കൊടുത്തത്? അനുമോൾ 15 ലക്ഷം സമ്മതിച്ച് തരുന്നില്ല, പിന്നെ 20 ലക്ഷം കൊടുത്തു എന്ന് അനുമോൾ ഏതെങ്കിലും ഒരു കണ്ടസ്റ്റൻറ്റിനെ പറഞ്ഞു കഴിഞ്ഞാൽ ആ കണ്ടസ്റ്റൻറ്റ് സമ്മതിച്ച് തരുമോ? അത് ശരി, ഇത് ചുമ്മാ നാട്ടിലും ഉള്ളൊരു ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടിട്ട് പോണ പോക്ക്, അത്രയേ ഉള്ളൂ. അല്ല അതായത് ഞാൻ 15 കൊടുത്തുള്ളൂ, എന്നേക്കാൾ കൊടുത്തവരുണ്ട് കേട്ടോ എന്നുള്ളൊരു തള്ളു. അങ്ങനെയാണെങ്കിൽ 15 കുറഞ്ഞ് നിൽക്കുമല്ലോ, 20 മുഴച്ച് നിൽക്കും. ഇതാ പറഞ്ഞ ഗെയിമറാ. എന്നെ കാണാമോ? അമ്മ മാറ്റുന്നത് അമ്മ സോഷ്യൽ മീഡിയയിൽ വൈറലാണല്ലോ എന്റെ പേരും പറഞ്ഞതൊക്കെ. ഞാൻ കണ്ടായിരുന്നു സോഷ്യൽ മീഡിയ തുറക്കുമ്പോൾ ഫുള്ളും ആര്യനാടാണ് കാണിക്കുന്നത്. അപ്പൊ ആര്യനാടല്ല, എന്റെ മാമൻ ഉൾപ്പെടെ എല്ലാവരും വോട്ടിന് വേണ്ടിയിട്ട് എല്ലായിടത്തും പോയി എന്റെ വോട്ടൊക്കെ ചോദിച്ച് എന്നെ വോട്ട് ജയിപ്പിച്ച് ഒരുപാട് സന്തോഷം. പ്രത്യേകിച്ച് സുനിമാമൻ ഒരുപാട് കഷ്ടപ്പെട്ടു. സുനിമ മാത്രമല്ല എല്ലാവരും ഒരുപാട് സ്ഥലങ്ങളിലൊക്കെ പോയി വോട്ട് ചോദിച്ചതായിട്ട് ഞാൻ സോഷ്യൽ മീഡിയ, അതായത് ഫോൺ എടുത്ത് നോക്കിയപ്പോഴാണ് മനസ്സിലായത്. എനിക്ക് വോട്ട് ചെയ്തോ? നിങ്ങൾ ചെയ്തോ? അപ്പൊ നിങ്ങളാണ് ശരിക്കും എന്റെ PR അല്ലേ? പിന്നെ എന്തിനാ എല്ലാരും PR എന്ന് പറഞ്ഞ് എന്നെ കളിയാക്കുന്നത്? കേട്ടില്ല. അതാണ് അസൂയക്കും കുശുമ്പിനും മരുന്നില്ല, കണ്ണാടി നോക്കി പറയാം. അതല്ല, ഈ അനുമോൾ ഈ PR-നെ വെളുപ്പിക്കൽ നിർത്തിയില്ലേ? അനുമോൾ തന്നെ പറയുന്നു PR ഇല്ല, പിന്നെ അനുമോൾ തന്നെ പറയുന്നു PR-ന് 1 ലക്ഷം കൊടുത്തു. PR വന്നിട്ട് പറയുന്നു വേറെ ഒരു എമൗണ്ടാണ്, ചിലപ്പോൾ പറയുന്നു എമൗണ്ട് പറയില്ല. ഇന്നിപ്പോൾ എന്നോട് പറഞ്ഞത് അതൊരു
സാമൂഹ്യ സേവനമാണെന്നാണ് വിനു പറഞ്ഞത്. എനിക്കെന്നെ ലൈവിലിരുന്ന് ചിരിയാവുന്നത്. ഓക്കെ, അത് വിട്. എന്നാലും ഞാൻ ആലോചിച്ച് നോക്കുന്നത്, എന്തിനാ അനു സംഗതി എന്താണെങ്കിലും PR ഗെയിം പൊട്ടി, നാട്ടുകാരറിഞ്ഞു. PR എന്ന് പറയുന്നത് നിങ്ങളെ കയ്യിൽ കാശുണ്ട്, നിങ്ങൾക്ക് അതിനുള്ള കണ്ടന്റ് ഡെലിവർ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ PR കൊടുത്തു പോയാൽ ഷോ ജയിച്ചതിന് എന്താ കുഴപ്പം? അത് മാന്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സീനും ഇല്ല ഇവിടെ. അതൊരു മോശപ്പെട്ട കാര്യമൊന്നുമല്ല, മനസ്സിലായോ? അത് പറയാതെ ഇങ്ങനെ കിടന്ന് ചാടിക്കളിക്കുന്നതാണ് വളരെ മോശപ്പെട്ട പരിപാടി. ഓക്കെ, ഇതിനിടയിൽ ഞാൻ നമ്മുടെ ബിന്നിയുടെ ഒരു വീഡിയോ ഉണ്ട്. ഓക്കെ, ബിന്നി ഈ പറഞ്ഞ പോലെ അനുമോൾ റിലേറ്റഡും ഈ PR റിലേറ്റഡും ഈ സാധനം ആദ്യം ഹൗസിനകത്ത് പൊട്ടിക്കുന്നത് ബിന്നിയാണ്. അപ്പോൾ ബിന്നിക്ക് ഓബിയസ്ലി അനുമോൾ ഇപ്പോൾ വിന്നർ കൂടി ആകുമ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു അറ്റാക്ക്, സൈബർ അറ്റാക്ക് ബിന്നിക്ക് ഓബിയസ്ലി വരും. ഓക്കെ, അപ്പോൾ അതിൻ്റെ സ്കീമിലാണ് ബിന്നി ഈ വീഡിയോ ഇട്ടതും. പ്ലസ് ഈ അനുമോളുടെ ഏതൊക്കെയോ PR ഗ്രൂപ്പുകളിൽ അല്ലെങ്കിൽ ഫാൻസ് ഗ്രൂപ്പുകളിൽ ഈ ബിന്നി അറ്റാക്ക് ചെയ്യണം, അല്ലെങ്കിൽ അനുമോക്കെതിരെ സംസാരിക്കുന്ന, അനുമോളുടെ ഗെയിമിനെതിരെ സംസാരിക്കുന്നവരെയൊക്കെ അറ്റാക്ക് ചെയ്യണമെന്ന രീതിയിൽ ആഹ്വാനം കൊടുത്ത് അതിൻ്റെ സ്ക്രീൻഷോട്ടൊക്കെ ബിന്നി വെച്ചിട്ടുണ്ടായിരുന്നു. ഞാനൊരു താങ്ക്സ് പറയാൻ വേണ്ടി വന്നതാണ്. ബിഗ് താങ്ക്സ് ടു അനുമോൾ. ശരിക്കും ദൈവമുണ്ട്. കാരണം ഞാൻ അനുഭവിച്ച ഒരു സൈബർ ബുള്ളിങ്, അനുമോളുടെ ഓവറായിട്ടുള്ള വീഡിയോ കാരണം ഞാൻ അനുഭവിച്ച, സത്യം പറയാം, എനിക്ക് ഉറപ്പിച്ച് പറയാൻ അനുമോളുടെ PR ഇഷ്യൂ ആയതുകൊണ്ട് അനുമോളുടെ ആൾക്കാർ തന്നെയാണ് എനിക്ക് നേരെ വന്നിട്ട് ഇത് പറഞ്ഞത്. ഞാൻ പറഞ്ഞത് കള്ളമാണ്, ഞാൻ കള്ളിയാണ് എന്നാണ് പറഞ്ഞത്. ഞാൻ കള്ളിയാണ്, PR കൊടുക്കാൻ അനുമോൾക്ക് പൈസയില്ല, അനുമോൾ ഭയങ്കര കഷ്ടപ്പെട്ട് വന്ന ആളാണ് എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ കണ്ടു നോക്ക്. അപ്പൊ ബിന്നി എന്താ 16 ലക്ഷം? അതാണ് എനിക്ക് മനസ്സിലാവാത്തേ. 16 ലക്ഷം, ചിലപ്പോൾ 15 ലക്ഷം എന്നൊക്കെ ആയിരിക്കും ഞാൻ പറഞ്ഞത്. ചിലപ്പോൾ 15 ലക്ഷം എന്നൊക്കെ ആയിരിക്കും ഞാൻ പറഞ്ഞത്. 16 ലക്ഷം, ചിലപ്പോൾ 15 ലക്ഷം എന്നൊക്കെ ആയിരിക്കും ഞാൻ പറഞ്ഞത്. PR എത്ര പൈസ കൊടുത്തു? 1 ലക്ഷം. 1 ലക്ഷം കൊടുത്തില്ല? എത്ര കൊടുത്തു? ഒന്നും കൊടുത്തില്ല. 1 ലക്ഷമാണ്, 50 ഞാൻ കൊടുത്തത്. ഇനി 50,000 കൊടുത്തു. 1 ലക്ഷം രൂപയ്ക്ക് ഇത്രയധികം PR കിട്ടും? 50,000 കൊടുത്തു, 50,000 ബാക്കിയുള്ളതാണ് അനുമോൾ പറഞ്ഞത്. കള്ളം പറഞ്ഞു. നമ്മൾ ആകെ എനിക്ക് തന്നത് ഞാൻ കാണിച്ചു കേട്ടോ. ആൻഡ് അനുവിന്റെ വിഷമങ്ങളും കഷ്ടപ്പാടുകളും ഒക്കെ കണ്ണുനീരും കണ്ട് സർവൈവൽ ആയിരുന്നു എന്ന് പറഞ്ഞ് ഈ ഒരു ഷോയിനെ അങ്ങനെയാക്കി മാറ്റിയത് PR ടീമാണ്. സോ മീഡിയ എന്താണ് ഫീഡ് ചെയ്തത് അതാണ് നിങ്ങൾ വിശ്വസിച്ചിരിക്കുന്നത്. ഐ ഫീൽ വെരി പിറ്റി ഫോർ ദ ഇൻഫ്ലുവൻസേഴ്സ് ആൻഡ് സപ്പോർട്ടേഴ്സ് ഹു സപ്പോർട്ട് അനുമോൾ. അനുമോൾ PR കൊടുത്തിട്ടില്ല, അത് കൊടുക്കില്ല എന്ന് പറഞ്ഞവര് ഇപ്പൊ എവിടെയാ? എന്താ പറയാനുള്ളത്? ആൻഡ് താങ്ക്സ് ടു വിനു. അനുമോളുടെ കൂടെ അല്ലായിരുന്നെങ്കിൽ അനുമോൾ എല്ലാവരും ഫിക്സ് ചെയ്യുന്നതിന് എനിക്ക് ഞാൻ എഴുതി വെച്ചാൽ അനുമോൾ ഒരു 50 ദിവസം 60 ദിവസം എവിക്റ്റ് ആയിട്ട്, നാണം കിട്ടിയ എവിക്റ്റ് ആയിട്ട്, ആ പെണ്ണിനെതിരെ അടുത്തൊരു 10 കൊല്ലത്തേക്ക് സൈബർ അറ്റാക്കും പിടിച്ച് ആ പെണ്ണിന്റെ കരിയർ അടക്കം നശിപ്പിച്ച് ആ പെണ്ണ് വഴിതാരാണ്. ഞാൻ അതിൽ പ്രൗഡാണ്. ഞാൻ ആ പെണ്ണിന്റെ കൂടെ നിൽക്കുന്നത് കൊണ്ടാണ് ആ പെണ്ണ് ഇപ്പോൾ അവിടെ സർവൈവ് ചെയ്യുന്നത്, സപ്പോർട്ട് ചെയ്യുന്നത്. പുള്ളി പറയുന്നത് ഡേർട്ടി ഗെയിം ആണെങ്കിലും കുഴപ്പമില്ല, എന്തെങ്കിലും കാണിച്ചു കൂട്ടിയാൽ മതി, അത് വിളിപ്പിച്ചോളും. എന്ത് മിസ്റ്റേക്ക് കാണിച്ചാൽ, അതായത് കള്ളം പറയാം, മോഷ്ടിക്കാം, ജാക്കി വെച്ചു എന്ന് പറയാം, സദാചാരം കളിക്കാം, ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിക്കാം, അവരെ മോഷ്ടം മൊണ്ണകളുടെ വിളിക്കാം, എന്ത് രാഗം എന്ത് ചെയ്താലും കുഴപ്പമില്ല. അതെല്ലാം പോസിറ്റീവ് ആക്കി മാറ്റി കുറച്ച് കരച്ചിലും കൂടി ഇട്ടാൽ മതി. അപ്പൊ കറക്റ്റ് അത് പോസിറ്റീവ് ആക്കി മാറ്റാൻ പുള്ളിയെ കൊണ്ട് മാത്രം പറ്റും എന്ന് വീണ്ടും തെളിയിച്ചിരിക്കാം. ഈ ആഴ്ച നിങ്ങൾക്ക് അറിയാം, ഞായറാഴ്ച 7 മണിക്ക് 8 മണിക്ക് ലാലേട്ടൻ കൈ വെക്കുന്ന അനുമോളെ ആയിരിക്കും. അപ്പോൾ ആൾക്കാർ കൈയടിക്കും. അത്ര എനിക്ക് പറയാനുള്ളൂ. ഓക്കെ, അപ്പോൾ അങ്ങനെ ഞാൻ ബിന്നിയുടെ വീഡിയോ കണ്ടു. അത് എൻ്റെ റെന ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. റെന ചെയ്ത വീഡിയോ ഞാൻ പ്ലേ ചെയ്യാം. ബിന്നി ആണെങ്കിലും റെനയാണെങ്കിലും ശൈത്യ ആണെങ്കിലും എനിക്കൊരു കാര്യം നിങ്ങളോട് പറയാനുള്ളൂ. ഞാൻ ബിനുവിനോട് കഴിഞ്ഞ സീസൺ 6 കഴിഞ്ഞ സമയത്ത് ഞാൻ ചോദിച്ചിട്ടുണ്ട്, ജിൻഡോൻ്റെ PR നിങ്ങളല്ലേ, എനിക്കിട്ടുള്ള അടി നിങ്ങൾ എന്താ അടിക്കുന്നത്, ഈ സൈബർ ബുള്ളിങ് ഇങ്ങനെ അടിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താ അപ്പം ഇതിന് ചെയ്യേണ്ടതെന്നൊക്കെ ചോദിച്ചു. ഞാൻ സംസാരിച്ച സമയത്ത് എന്നോട് പറഞ്ഞത്, സായിക്ക് അടി വന്നത് ഒരു പരിധി വരെ ജിൻഡോൻ്റെ ഐറ്റംസ് എന്ന് വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ എനിക്ക് വരുന്നത് സിനിമ ഫീൽഡിൽ ഞാൻ പിടിച്ചു വെച്ച വള്ളികളിൽ നിന്നാണെന്നുള്ളത് എൻ്റെ അന്വേഷണത്തിലും എനിക്ക് മനസ്സിലായ ഒരു കാര്യമാണ്. ആൻഡ് ഇതിൽ വേറൊരു കാര്യം ഞാൻ പറയാം, ഇത് എൻ്റെ സീസണിൽ എനിക്കിട്ട് ഈ PRകൾ അടിച്ച സമയത്ത് ഞാൻ വിനുവിനോട് സംസാരിച്ച സമയത്ത് വിനു ഇത് സമ്മതിച്ചു തന്നിട്ടില്ല. ഇന്നും ഞാൻ വിനുവിനോട് സംസാരിച്ച സമയത്ത് വിനു പറയുന്നത് വിനു ആയിട്ട് എക്സിക്യൂട്ട് ചെയ്തതല്ല, ഇനീഷ്യേറ്റ് ചെയ്തതല്ല എന്നാണ് വിനു പറയുന്നത്. അൺടിൽ അൺലെസ് ഇതിൽ ഓക്കെ ഇന്നാളെ പോയി ഹിറ്റ് ചെയ്യൂ എന്ന് വിനു പറഞ്ഞതായിട്ടുള്ളൊരു സംഗതി കിട്ടിയാൽ മാത്രമേ നമുക്ക് ബ്ലണ്ടായിട്ട് വന്നിട്ട് PR അറ്റാക്കുകൾ ഫോം ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇങ്ങനത്തെ പരിപാടികൾ അവിടെ ഇരുന്നിട്ട് മാസ്റ്റർ ബൈൻ കളിക്കുന്നത് വിനു എന്ന് പറഞ്ഞിട്ട് ഓപ്പണായിട്ട് ഈ സംഗതികൾ എടുത്തിടാൻ പറ്റൂ. ഓക്കെ, അല്ലാത്ത പക്ഷേ ആൾ ഡിനൈ ചെയ്തു, അവിടെ കഴിഞ്ഞു. ഞാൻ പറയുന്നത് നിങ്ങൾ മൂവ് ഓൺ ചെയ്യും. നമുക്ക് സങ്കടം ഉണ്ടാവും, നമുക്ക് ദേഷ്യം ഉണ്ടാവും. കാരണം നമ്മൾ അനുഭവിച്ച കാര്യങ്ങൾ, നമ്മൾ സഫർ ചെയ്ത കാര്യങ്ങൾ, നമ്മളുടെ അറിവിൽ ഉള്ള കാര്യങ്ങൾ ചിലപ്പോൾ നമുക്ക് കോൺട്രാക്റ്റിലുള്ളപ്പോൾ പറയാൻ പറ്റാത്ത അവസ്ഥകൾ, ഇതൊക്കെ കഴിഞ്ഞുള്ളൂ ഞാനും ഫേസ് ചെയ്തിട്ടുള്ള ഒരാളാണ്. അപ്പോൾ എന്താ അറിയോ, നമ്മൾ കാര്യങ്ങൾ പറയാനുള്ളത് പറയുക, പിന്നെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ നോക്കണ്ട, മനസ്സിലായി? പിന്നെ നോക്കണ്ട. കമൻറ്റ് ബോക്സ് വെറി ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യരുത്, ഒരു കാര്യം വിളിച്ച് പറയാൻ നിൽക്കരുത്. കമൻറ്റ് ബോക്സ് നോക്കാൻ പോയി കഴിഞ്ഞാൽ പിന്നെ അത് നമുക്ക് വേറെ രീതിയിൽ ട്രോമ അടിക്കുക സാധനം. പിന്നെ ഇതാരും ഒന്നും വന്ന് സമ്മതിച്ചു തരുന്നില്ല, ഞങ്ങളാണ് ചെയ്തതെന്നൊന്നും സമ്മതിച്ചു തരുന്നില്ല. അപ്പോൾ ഏറ്റവും നല്ല പരിപാടി എന്താ, പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട് പോവുക.
ഓക്കെ, അടുത്ത വർക്ക്, അടുത്ത കാര്യങ്ങൾ. നിങ്ങൾക്ക് ഈ ഒരു 5-6 മാസമാണ്, നിങ്ങൾക്ക് 5-6 മാസം സമയം ഉണ്ടല്ലോ. അപ്പോൾ ഞങ്ങൾക്കാണ് ബിഗ് ബോസിൻ്റെ എൻ്റയർ മലയാളം ബിഗ് ബോസിൻ്റെ ഹിസ്റ്ററിയിൽ ഏറ്റവും കൂടുതൽ സമയം കിട്ടിയ ബിഗ് ബോസ് സീസണിൻ്റെ ആൾക്കാർ. കാരണം ഞങ്ങളുടെ സീസൺ കഴിഞ്ഞിട്ട് നിങ്ങളുടെ സീസൺ തുടങ്ങിയത് വളരെ വൈകിട്ട്. അപ്പോൾ നമുക്ക് കുറേ ടൈം കിട്ടി. ഇപ്പോഴുള്ള ഫെയിം നിങ്ങൾക്ക് അത്ര ടൈമിൽ യൂസ് ചെയ്യാൻ പറ്റണം. കാരണം ഡിസംബർ, ജനുവരി, ഫെബ്രുവരി ഒക്കെ ആകുമ്പോഴത്തേക്ക് അടുത്ത സീസൺ തുടങ്ങാനാകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഒരു 1-2 മാസത്തെ ഒരു ലൈഫ് മാത്രമേ ചിലപ്പോൾ ഇതിന് കിട്ടാനുള്ള ചാൻസ് ഞാൻ കാണുന്നുള്ളൂ. എങ്ങാനും അടുത്ത സീസൺ പെട്ടെന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ആ ഒരു ഫയർ കഴിഞ്ഞാൽ ഓരോ സീസൺ കഴിയുമ്പോൾ അടുത്ത സീസണിലുള്ള ഒരു താഴ്ന്നു പോകുക എന്നുള്ളതാണ് ബിഗ് ബോസിൻ്റെ പാറ്റേൺ. അപ്പോൾ മാക്സിമം ടൈം നിങ്ങൾ ഇത് നല്ല രീതിയിൽ യൂസ് ചെയ്ത് പ്രൊഡക്റ്റീവായിട്ട് യൂസ് ചെയ്ത് ലൈഫിലേക്ക് കുറച്ച് അച്ചീവ്മെൻറ്റ്സോ അല്ലെങ്കിൽ കുറച്ച് സാധനങ്ങൾ, മോണിറ്ററി ബെനിഫിറ്റ്സോ കൊളാപ്സോ കൊണ്ടുവരാൻ നോക്ക്. ഇങ്ങനത്തെ സാധനങ്ങൾ നിങ്ങൾക്ക് കയ്യിൽ നിന്ന് പോകുമ്പോൾ നിങ്ങൾ പറഞ്ഞോ. പക്ഷെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ബോധറാവരുത് കമൻറ്റ് ബോക്സിനെ കുറിച്ചും. കാരണം ഓബിയസ്ലി സൈബർ അറ്റാക്ക് വരും. അതും അനുമോളെ പറഞ്ഞാൽ നന്നായിട്ട് വരും. കഴിഞ്ഞ കൊല്ലം ജിൻഡോനെ പറയുമ്പോഴാണ് വന്നത്, ഈ പ്രാവശ്യം അനുമോളെ പറയുമ്പോൾ. സോ ദ പാറ്റേൺ ഈസ് സെയിം ആൻഡ് ദ ഗൈ ബിഹൈൻഡ് ഇറ്റ് ഇസ് വിനു. അപ്പോൾ വിനുവിൻ്റെ നേരെ തന്നെ ആ ചോദ്യം പോകുള്ളൂ. വിനു ഡിനൈ ചെയ്താൽ അവിടെ തീർന്നു. വിനു ആക്സെപ്റ്റ് ചെയ്താലാണ് വിനു ചെയ്തത്. വിനു ഡിനൈ ചെയ്താൽ പിന്നെ എങ്ങനെ അത് വിനു ആണെന്നുള്ളത് തെളിയിക്കാൻ പറ്റും? മനസ്സിലായോ? ആ പാറ്റേണോ ആളുകളോ ഒന്നും മാറിയിട്ടില്ല. ആ വ്യക്തി ഡിനൈ ചെയ്താൽ നമുക്ക് ആ വ്യക്തിയെ പിന്നെ ഒന്നും പറയാനും പറ്റില്ല. അല്ലെങ്കിൽ പിന്നെ അത്രയും പ്രൂഫുകൾ വേണം. നമുക്കെതിരെയുള്ള സാധനം ഇനീഷ്യേറ്റ് ചെയ്തത് ഇന്ന വ്യക്തി തന്നെയാണെന്നുള്ളത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പിന്നെയും പബ്ലിക്കിന് മുന്നിൽ ഇതാ ഇന്ന വ്യക്തിയാണ് ചെയ്തത്. ഇപ്പോൾ ബിബിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഉണ്ണിമുന്തൻ്റെ മാനേജർ എന്ന് പറഞ്ഞാൽ കച്ചറുണ്ടാക്കിയ ഒരുത്തൻ, അവൻ എനിക്കെതിരെ പ്ലോട്ടിങ് ചെയ്തത് ഞാൻ കൃത്യമായി പൊട്ടിക്കാൻ പറ്റി. എനിക്കത് PR ആണ്, അവൻ്റെ PR വർക്കാണെന്ന് പറഞ്ഞ് പൊട്ടിക്കാൻ പറ്റി. അങ്ങനെ കൊണ്ടുവന്ന് പൊട്ടിക്കാൻ പറ്റണം. റെഡ് ഹാൻഡഡ്ലി പിടിച്ച് പൊട്ടിക്കാൻ പറ്റണം. എന്നാൽ പിന്നെയും ബെറ്ററാണ്. അല്ലെങ്കിൽ എന്താ പറയുക, നമ്മളിങ്ങനെ റിപ്പീറ്റഡ്ലി പറയുമ്പോൾ നമുക്ക് ആ വ്യക്തിയോട് എന്തോ ദേഷ്യം ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഓർഗാനിക് ക്രൗഡ് കൂടി നമുക്കെതിരെ തിരിയുന്ന രീതിയിൽ കാര്യങ്ങൾ മാറും. എന്താ ലൈക്ക് അനുമോള് എപ്പോഴും കരയുന്ന ഒരാളാണ്. അപ്പം ജിസയിൽ ഒരു പ്രാവശ്യം കരഞ്ഞപ്പോൾ അത് ഡ്രാമ. അപ്പം അനുമോൾക്ക് അറിയാം കരയുന്ന ഡ്രാമ എന്ന്. എന്നിട്ടും അനുമോള് കരയുന്നത് ഡ്രാമ എന്ന് നമ്മൾ പറയുന്ന സമയത്ത് ആൾക്കാരെന്താ പറയുന്നത്, ഒരു പെണ്ണിൻ്റെ കണ്ണീരിന് നിങ്ങൾ ഇത്രോളം വില കൊടുക്കുന്നത്, നിങ്ങൾ എന്താണ് ഇങ്ങനെയെന്നൊക്കെ. ഗൈസ് അനുമോൾ തന്നെ അവിടെ പറഞ്ഞു നീ കരയുന്ന അവിടെ ഡ്രാമ എന്ന്. അപ്പം അനുമോള് പറയുമ്പോൾ എന്താ, അനുമോക്ക് എന്താ പെണ്ണുങ്ങളെ കണ്ണീരിന് വില കൊടുക്കാനില്ലേ? അപ്പം അനുമോക്ക് എന്തും പറയാം, നമുക്കൊന്നും പറയാൻ പറ്റില്ല. ആ രീതിക്കാണോ നിങ്ങൾ ചിന്തിക്കുന്നത്? പിന്നെ ഒരു കാര്യം കൂടി കാണിച്ചു തരാം. ഇത് ഭയങ്കര ചീപ്പാണെന്നറിയാം. എനിക്ക് അഭിചേട്ടനെ ഇത്ര ബാഡ് ആക്കണമെന്നില്ല, പക്ഷെ അത്രയും ഫേക്ക് അലിഗേഷൻ ഫേക്ക് അല്ല, കാര്യങ്ങൾ വളച്ച് തിരിച്ചൊടിച്ച് പറഞ്ഞ ഒരു അനുമോളെ ഒരു പ്രവൃത്തി തന്നെ ഞാൻ കാണിച്ചു തരാം. ലൈക്ക് അനുമോള് ചെയ്താൽ കുഴപ്പമില്ല, ബാക്കിയുള്ളവർ ചെയ്താൽ പ്രശ്നം. ആ ഒരു കാര്യം ഞാൻ കാണിച്ചു തരാം. അതായത് ബിൻസി ശരത്തേട്ടന് പോകാൻ നേരത്ത് ഇവിടെ ഒരു കിസ് കൊടുത്തെന്ന് പറഞ്ഞിട്ട് അനുമോള് ഭയങ്കര പ്രശ്നമാക്കിനു. ഒരു ഭാര്യയുള്ള ആളല്ലേ, ലൈക്ക് നമുക്കൊരു പ്രശ്നമില്ല കേട്ടോ, അനുമോള് പ്രശ്നമാക്കി. ഒരു ഭാര്യയുള്ള ഒരു മനുഷ്യനല്ലേ മൂപ്പര് ഒരു ഉമ്മ കൊടുത്തു ഇവിടെ, അതൊക്കെ എന്ത് ചീപ്പ്, കുറച്ച് ഓവർ ആവുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ അനുമോള് റീ എൻട്രി വന്നതിന് ശേഷം പോവാൻ നേരത്ത് അഭിലാഷേട്ടന് കൊടുത്തതാണ്. അപ്പം എന്താ അത് പ്രശ്നമല്ലേ? അത് അനുമോള് ചെയ്തുകൊണ്ടാണോ പ്രശ്നം, അല്ലെങ്കിൽ അത് ഒരു സഹോദരി എന്നുള്ള രീതിയിലാണോ കൊടുത്തത്? അതായിരിക്കും പ്രശ്നമല്ലേ? ലൈക്ക് നമുക്ക് ബിൻസി കൊടുത്തതും പ്രശ്നമല്ലേ, അനുമോള് കൊടുത്തതും പ്രശ്നമല്ല. പക്ഷെ അനുമോക്ക് ബിൻസി കൊടുത്തത് പ്രശ്നമാണ്, പക്ഷെ അനുമോള് കൊടുക്കുമ്പോൾ അത് പ്രശ്നമല്ല. അതൊരു സിസ്റ്റർ സംഭവമാണ്, അല്ല സിസ്റ്റർ ബ്രദർ ബോണ്ടാണ്. ഇതിനെന്താ നിങ്ങൾക്കൊരു ഒന്നും പറയാനില്ലാത്തത്? അതാണ് ഞാൻ ചോദിക്കുന്നത്. റെന പറഞ്ഞ ഇതാണ് ഇവിടുത്തെ എക്സാക്ട് പോയിന്റ് എന്ന് പറയുന്നത്. ഇവിടെ PR OMR അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ വന്ന് കമൻറ്റ് ചെയ്യുന്ന കമൻറ്റോളികളോ അല്ലെങ്കിൽ ഒരു കണ്ടസ്റ്റൻറ്റിനെ ഇഷ്ടപ്പെടുന്ന ഫാൻ ഗ്രൂപ്പോ ഒന്നുമല്ല അനുമോളുടെ വിഷയത്തിൽ സീനായിട്ടുള്ളത്. ഞങ്ങളുടെ സീസണിൽ ജിൻഡോൻ്റെ വിഷയത്തിലും സീന് ഞങ്ങൾക്ക് ഇവരാരും ആയിരുന്നില്ല. അതിനകത്ത് കളിച്ച ജിൻഡോ എന്ന് പറഞ്ഞ പ്ലെയർ, ഈ സീസണിനകത്ത് കളിച്ച അനുമോൾ എന്ന് പറഞ്ഞ പ്ലെയർ, അവർ കളിച്ച ഗെയിം, അവർ കളിച്ച ഡ്രാമാസ്, അവർ കളിച്ച പുറത്ത് വരാത്ത കുറേ ഇങ്ങനത്തെ സാധനങ്ങൾ, ഇതാണ് ശരിക്കും കണ്ടസ്റ്റൻസിൻ്റെ തലയിൽ അടിച്ചിരിക്കുന്നത് എന്നാണ് എനിക്ക് ഈ റെനയുടെ കാര്യം എനിക്ക് പെട്ടെന്ന് കണക്റ്റ് ആവുകൂടി. കാരണം കഴിഞ്ഞ സീസണിൽ എങ്ങനെയാണോ ഞങ്ങൾ മറ്റവനെ കൊണ്ട് അനുഭവിച്ചത്, ദ സെയിം അതിൻ്റെ ഒരു ഫീമെയിൽ വേർഷനായിട്ടാണ് ഇപ്രാവശ്യം അനുമോളെ കൊണ്ട് ഇവർ അനുഭവിച്ചിട്ടുള്ളത്. അതൊരു പക്ഷേ നമ്മൾ പ്രേക്ഷകർ കാണില്ല. കഴിഞ്ഞ പോലെ നിങ്ങൾ പ്രേക്ഷകർ കണ്ടിട്ടില്ല പലതും, നിങ്ങൾ കേട്ടിട്ടില്ല പലതും. അതൊക്കെ ഇപ്പോൾ നമുക്ക് ചാനലിൻ്റെ അടുത്ത് പോയിട്ടോ അല്ലെങ്കിൽ എൻ്റെ മോശൻ്റെ അടുത്ത് പോയിട്ടോ എന്തെങ്കിലും ഇടാത്തതെന്ന് ചോദിച്ചു അതൊന്നും നടക്കൊന്നുമില്ല. അവിടെയും മറ്റേ സെറ്റപ്പാണ്. ഞാൻ അപ്പം തമ്മ സുഭദ്ര ഞങ്ങളിഷ്ടം, മനസ്സിലായില്ലേ?
അപ്പോൾ കണ്ടസ്റ്റൻസ് എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയുന്നുണ്ടെന്നുണ്ടെങ്കിൽ ദെയർ ആർ സം റിയാലിറ്റീസ്. മനസ്സിലായി? അവർ സഫർ ചെയ്താണ് അവർ പറയുന്നത്, അല്ല അവർക്ക് ചുമ്മാ റെനെ പോലുള്ളവർക്കൊന്നും വന്നിരുന്ന് ഫെയിമിന് വേണ്ടിയിട്ട് അനുമോളെ കുറ്റം പറയേണ്ട ഒരു ആവശ്യമില്ല. കാരണം അവർക്ക് ഉള്ള ഫെയിമും കൂടിയും പോവുക, അല്ലെങ്കിൽ ഉള്ള പോസിറ്റിവിറ്റി കൂടിയും പോയി നെഗറ്റീവ് ആവുക എന്നുള്ളൂ. റെനയൊക്കെ ഓൾറെഡി സോഷ്യൽ മീഡിയയിൽ സെറ്റാണ്. അവർക്കിപ്പോൾ ഇവിടെ വന്നിരുന്നിട്ട് റെന പറഞ്ഞ പോലെ അനുമോളെ കുറേ പൊക്കി പിടിച്ചാൽ ഇനിയും നന്നാവും. പക്ഷെ അവർ ചെയ്യുന്നില്ല. മനസ്സിലായില്ലേ? അവരാരും ലക്ഷ്മിയാവാൻ ശ്രമിക്കുന്നില്ല. ലക്ഷ്മി തമ്പുരാട്ടി ഇന്ന് വന്നിരുന്ന് ഇങ്ങനെ ഇരുന്നിട്ട് പറയുന്നുണ്ടായിരുന്നു അനുമോൾ എന്നൊക്കെ. അവരാരും ലക്ഷ്മിയാവാൻ ശ്രമിക്കാത്തത് കൊണ്ട് തന്നെ അവർക്കിപ്പോൾ ഈ ഉള്ളിലുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ അവർ കണ്ട കാര്യങ്ങളോ അവർ പറഞ്ഞ ചോദ്യങ്ങളോ അല്ലെങ്കിൽ അവർ ഉന്നയിക്കുന്ന കാര്യങ്ങളോ കറക്റ്റാണ്. അനുമോൾ കരയുമ്പോൾ അത് ഒരു സ്ത്രീയുടെ കരച്ചിൽ. അതേ അനുമോൾ ഗിസേലിനടുത്ത് പോയിട്ട് ഡ്രാമ. അപ്പാനീനെ മറ്റേ വിൻസി കെട്ടിപ്പിടിച്ചപ്പോൾ അത് സീന്. ഇപ്പുറത്ത് ഒരാളെ കെട്ടിപ്പിടിച്ച് ഉമ്മ വയ്ക്കുമ്പോൾ അതൊരു വിഷയവുമല്ല, അത് പെങ്ങൾ. ഇതാരാ പ്രശ്നം ഉണ്ടാക്കുന്നത്? അപ്പോൾ ഇത് ബേസിക്കലി ഇത്രയേ ഉള്ളൂ. അനുമോളുടെ വിഷയങ്ങൾ ഞാൻ പറഞ്ഞ പോലെ PR കമൻറ്റ് ബോക്സിലുള്ള കുറേ തൊഴിലാളികളോ അന്തങ്ങളോ ഫാൻ പേജുകളോ ഗ്രൂപ്പുകളോ അല്ല. ദാറ്റ് അനുമോൾ ഇറ്റ് സെൽഫ്. ആ ബിഗ് ബോസ് ആ ഗെയിം കളിച്ച അനുമോൾ എന്ന് പറഞ്ഞാൽ സ്പെസിമെൻ, ആ ഗെയിം കളിച്ച സ്പെസിമെനാണ് പ്രശ്നം. കാരണം ആ ഗെയിം കളിച്ച സ്പെസിമെൻ കളിച്ചത് നാറികളിയാണ്. വേറൊരു കണ്ടസ്റ്റൻറ്റിനെ ഇടിച്ചു താത്തി, വേറെ കണ്ടസ്റ്റൻസിന് ഇമോഷൻസിന് വില കൊടുക്കാതെ, നന്മപരമ ഫേക്കായിട്ട് ചമഞ്ഞ്, ഒറ്റപ്പെടൽ ഫേക്കായിട്ട് ക്രിയേറ്റ് ചെയ്ത് അങ്ങനെ കളിച്ചു പോകുന്നൊരു കണ്ടസ്റ്റൻ്റ് ആയതുകൊണ്ടാണ് പുറത്ത് ബാക്കി കണ്ടസ്റ്റൻസ് ഇവർക്കെതിരെ ഇത്രയും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. പുറത്തിറങ്ങിയിട്ട് ഈ ഫേക്ക്നെസ്സിനൊരു മാറ്റവും ഇല്ലല്ലോ. ക്യൂട്ട്നെസ് വാരി വെതറി ഫേക്ക്നെസ് വീണ്ടും വാരി വെതറിക്കൊണ്ടിരിക്കുകയാണ്. വലിയ നിലനിൽപ്പൊന്നും ഉണ്ടാവില്ല. 5-6 മാസം കൊണ്ട് മറ്റവൻ പൊട്ടി വീണ പോലെ തന്നെ ഇതും പൊട്ടിച്ചാടിക്കോളും.